നമസ്കാരം. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി KPAC ലളിത. മധുരം സൗമ്യം ദീപ്തം എന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ഭേദഗതിപ്പെടുത്താം ലളിതം സൗമ്യം ദീപ്തം. മലയാളത്തിൻ്റെ നിഷ്കളങ്കത, സത്യസന്ധത, വിനയം, എന്നാൽ ചടുലതയും ഇതെല്ലാം സമം ചേർന്ന വ്യക്തിത്വമാണ് കേരളീയ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും മുഗ്ധമായ പ്രതീക ചിത്രങ്ങളിൽ ഒന്നാണ് KPAC ലളിത. നമുക്ക് അവരെ കേൾക്കാം, ശ്രദ്ധിക്കാം. നമസ്കാരം ശ്രീമതി KPAC ലളിത. ജീവിതം ഇതുവരെ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പ്രധാനമായും പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇതാ കഥ തുടരും എന്ന് പറയുന്ന ആത്മകഥയുടെ ആ ഒരു പതിപ്പ് നമ്മുടെ മുന്നിലുണ്ട്. കഥ തുടരുകയാണ്. എങ്ങനെ? കഥ ഒരുപാട് കഥകളുണ്ട് നമുക്ക്. അത് പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ സീസണാണ് ഓരോ കഥ എന്ന് വേണം പറയാൻ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒന്ന് വിട്ട് ഇങ്ങനെ കാര്യങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് തുടരും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 64 വയസ്സ്, 63 കഴിയുന്നു. 10ാം വയസ്സ് അല്ലെങ്കിൽ 11ാം വയസ്സിലാണ് ഒരു വേദിയിൽ നാട്ടുകാരുടെ മുന്നിൽ അരങ്ങേറ്റം. അങ്ങനെയാണെങ്കിൽ അരനൂറ്റാണ്ട് തീർത്തും പിന്നിട്ടിരിക്കുന്നു. ഈ അരനൂറ്റാണ്ട് കാലത്തെ കലാജീവിതത്തിനിടയിൽ പ്രേക്ഷകരോട് ഓർമ്മിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന, ആദ്യം പറയാൻ തോന്നുന്ന കാര്യങ്ങൾ 1, 2, 3, 4 ഇഷ്ടം പോലെ. എൻ്റെ ജീവിതത്തിൽ കല മാത്രമല്ല, ജീവിതം തന്നെ ഓരോ പടിയായിട്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. എൻ്റെ അച്ഛൻ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനൊരു കലാവേദി അറിയപ്പെടില്ലായിരുന്നു. ഒരു തയ്യൽ ടീച്ചറായിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ മൂലയിൽ ഒതുങ്ങി അവിടെ ഇരുന്നിട്ട് എൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിക്കാണ് ഇപ്പം. ആ ഒരു ലെവലിൽ ഞാൻ എത്തിപ്പെടേണ്ടതായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ അച്ഛൻ്റെ ഒരു പിടിവാശിയിലാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, എന്നെ കൈപിടിച്ച് കയറ്റിയ ഓരോരോ ആൾക്കാരെ ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അവിചാരിതമായിട്ടാണ് ഓരോന്നും സംഭവിക്കുന്നത്. നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു കാര്യമൊന്നും നടന്നിട്ടുമില്ല. അതിലെനിക്ക് രണ്ടാമത് പറയാനുള്ള പെരുന്നെല്ലിയിലാമണി ചേച്ചിയാണ്, ദേവരാം മാഷയുടെ ഭാര്യ. ഞാൻ 6ൽ പഠിക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി പിഴവാത് സ്കൂളിൽ ഇങ്ങനെ ഡാൻസും പാട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, പാടാൻ പറ്റുന്ന പോലെ അവിടെ ഒരു ഭവാനിയമ്മ ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാനൊക്കെ സ്വല്പം മണ്ടിയാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് ഏറ്റവും പുറകോട്ട് നിന്ന്. അത് ഇന്നും അത് ഇംഗ്ലീഷ് ആരെങ്കിലും എന്നോട് കുറച്ച് കാര്യമായിട്ട് പറയാൻ പറഞ്ഞാൽ പതുക്കെ ഉള്ളിലോട്ട് വലിയുന്ന ആളാണ് ഇപ്പോഴും ഞാൻ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ ആ ടീച്ചറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ കുറച്ച് കലയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അവരാണ് മുന്നിൽ എന്നെ ഇങ്ങനെ ക്ലാസ്സിലിരുന്നാലും വിളിച്ചുകൊണ്ട് പോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതുമൊക്കെ. അങ്ങനെ ആ യൂത്ത് ഫെസ്റ്റിവലിന് ആ വർഷം കോട്ടയത്ത് പോകണം. അപ്പോൾ അവിടെ കളിച്ചതൊക്കെ അത്ര വലിയ ഡാൻസറൊന്നും അല്ല ഞാൻ. സാധാരണ ഈ നാട്ടിൻപുറത്തുള്ള ഡാൻസേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു പെരുന്ന ലീലാമണിയുടെ അടുക്കൽ നമുക്ക് 2 ഐറ്റം പഠിക്കാം, എന്നിട്ട് നമുക്ക് ഫെസ്റ്റിവലിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറാണ് എന്നെ കൊണ്ടുപോയി ലീലാമണി ചേച്ചിയെ പരിചയപ്പെടുത്തുന്നതും 2 ഐറ്റം പഠിപ്പിക്കുന്നതും. അന്ന് തിങ്കളും കതിരൊളിയും എന്ന് പറഞ്ഞൊരു പാട്ടാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോഹിനിയാട്ടത്തിൽ പോയി ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന് വളരെ വേഗം ഞാനത് പഠിച്ചെടുത്തു. എനിക്ക് ഒരു 2 പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി, പെട്ടെന്ന് പഠിക്കും ഞാൻ. അപ്പോൾ ചേച്ചിക്ക് എന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, നീ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കേ എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അച്ഛൻ ചങ്ങനാശ്ശേരിയിലെ രവി സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറാണ്. അച്ഛനെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഇവളെ എന്തിനാ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെ. അന്ന് ഒരു കലാമണ്ഡലം മാസ്റ്റർ ട്രൂപ്പിലാണ്. ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അവളെ നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കാം, നമുക്ക് അവിടെ സ്കൂളിലൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അതിനെൻ്റെ അച്ഛന് താല്പര്യമില്ല. അച്ഛൻ പറഞ്ഞു സ്കൂളിൽ ചേർക്കുന്ന പരിപാടി വേണ്ട, കാരണം ഇവിടുന്ന് കംപ്ലീറ്റ് അങ്ങ് വിട്ടുപോയാലോ എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു. എന്നാൽ പിന്നെ കൊണ്ടുപോക്കോ, നമുക്ക് അവിടെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുകുലവാസം എന്ന് പറഞ്ഞിട്ട് അന്ന് 5th, അതായത് അടുത്ത ക്ലാസ് 10ാം ക്ലാസ്സാണ്, SSLC പരീക്ഷയാണ്. അതിന് മുമ്പാണ് ഞാൻ ക്ലാസ് നിർത്തുന്നത്. നിർത്തി നേരെ ചേച്ചിയുടെ കൂട്ടത്തിൽ പോയി ഗുരുകുലവാസം ആയിട്ടാണ് അവിടെ പഠിച്ചത്. അവിടുത്തെ എല്ലാ ജോലിയും നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ അവർക്ക് ഇന്ത്യൻ ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നാൽ ഈ ഡ്രസ്സൊക്കെ വെയിലത്തിട്ട് ഉണക്കുക, തേക്കുക, എല്ലാം അത് അവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും നമ്മൾ തന്നെ. അത് തന്നെ സൂത്തർമ്മ ചേച്ചിയാണ് മാസ്റ്ററുടെ ഭാര്യ. അപ്പോൾ അവിടെ താമസിച്ചിട്ടാണ് ഞാൻ, പൊന്നുമോളെന്നും പറഞ്ഞൊരു കുട്ടി, ഞാനും, ഞങ്ങൾ 2 പേരായിരുന്നു അവിടെ പഠിക്കാനുണ്ടായിരുന്നു. ഈ തിങ്കളും കതിരൊളിയും ആദ്യത്തെ പാട്ട് എനിക്കത് ശരിക്കും ഓർമ്മയില്ല. ഈ 2 ഇങ്ങനെ തിങ്കളും കതിരൊളിയും ചിങ്കാര, അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. നല്ല രസമായിരുന്നു. അതെ അതെ. ഒരു പക്ഷേ തന്നോട് ആദ്യമായി പാടാൻ പറഞ്ഞത്, തന്നെ അരികത്തേക്ക് പിടിച്ച് സ്നേഹത്തോടു കൂടി തന്നോട് പാടാൻ പറഞ്ഞത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന പ്രവർത്തക കൂത്താട്ടുകുളം മേരിയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഈ പുസ്തകത്തിൽ. അത് വളരെ അരുമയായ ഒരു ഓർമ്മയായാണ് പറയുന്നത്. ആ സംഭവത്തെക്കുറിച്ച് അത് ഞങ്ങൾ തൊടുപുഴയാണ് അന്ന് അച്ഛന് ജോലി. എൻ്റെ അച്ഛൻ ഇങ്ങനെ കാടാറുമാസം നാടാറുമാസമായിരുന്നു. അച്ഛന് കൂടുതലും താല്പര്യം പാർട്ടിയോടായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തിനും ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അമ്മയുടെ സ്വത്ത് വരെ വിറ്റിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി തൊടുപുഴ അന്ന് ലളിത സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, ചെമ്പോട്ടിൽ എന്നും പറഞ്ഞൊരു വീട്, ആ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ താമസിക്കുമ്പോഴത്തേക്കും ഈ അന്ന് ഈ പാർട്ടിയുടെ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ ഈ സ്റ്റുഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോവും. അപ്പോൾ അവിടെ ഒരു ചെറിയതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ. 4 വയസ്സ് 5 വയസ്സ് അങ്ങോട്ട് ആകുന്നതേ ഉള്ളൂ എനിക്ക്. അവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ സാരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിങ്ങനെ ഡാൻസ് ചെയ്ത് കളിക്കും. അന്ന് അച്ഛന് ഈ ഗ്രാമഫോൺ പെട്ടി ഉണ്ടായിരുന്നു. അതിൽ ഈ സ്നാപകയോഹന്നാൻ്റെ തല അറുത്തോണ്ട് വരുന്നതൊക്കെ എന്തോ എനിക്ക് ചെറിയ ഓർമ്മയുള്ളത്. അതൊക്കെ കേട്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. അന്ന് ഈ അമ്മ അവിടെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ എന്തോ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി എന്നെ. അപ്പോൾ എന്നെ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ആ പിടിച്ച രൂപമൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. ഇങ്ങനെ കോരി ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, നിനക്ക് സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പാടാമെന്ന് പറഞ്ഞു. ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായമാണ്. അങ്ങനെ പറഞ്ഞു. എനിക്ക് ഏതാണ് പാട്ടെന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം പാട്ടൊക്കെ എന്ന് പറഞ്ഞതാണ്. പിന്നെ ആ പ്രോഗ്രാം നടന്നോ അതൊന്നും എനിക്ക് അതിൻ്റെ കാരണം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഒളിവിലായി. അവിടെ ഒരു വലിയ കൊലപാതകമൊക്കെ നടന്നിട്ട് പിന്നെ എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് അന്ന് എൻ്റെ അമ്മ ഗർഭിണിയാണ്, 7 മാസം മറ്റേ ആയിട്ടുള്ളൂ. ആ കുട്ടിക്ക് 6 മാസമായി. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയി കായംകുളത്ത് വന്ന് അച്ഛൻ്റെ ഒരു കൊച്ചമ്മയുടെ മകൻ അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അപ്പോഴാണ് പിന്നെ എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത്. 100 മാർക്കും അടൂർ സാറിന് തന്നെയുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. അദ്ദേഹം എങ്ങനെ പറഞ്ഞു തന്നോ അതേപോലെ പറഞ്ഞു. കാർബൺ കോപ്പിയായിരുന്നു. കായംകുളത്ത് 1947 മാർച്ച് 10-ാം തീയതിയാണ് ശ്രീമതി KPSC ലളിതയുടെ ജനനം. യഥാർത്ഥ പേര്, നല്ല പേരാണ്, മഹേശ്വരി. അച്ഛൻ്റെ പേര് അനന്തൻ നായർ, അമ്മ ഭാർഗവി അമ്മ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവ പ്രവർത്തകനായിരുന്നു. പലപ്പോഴും അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ ഇപ്പോൾ പ്രേക്ഷകരുമായി ഓർമ്മ പങ്കുവെക്കുന്നത് പോലെ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുപക്ഷെ സുഗമമല്ലാത്ത ക്ലിഷ്ടതരമായ, ഒരുപക്ഷെ കഷ്ടതരം എന്നുകൂടി പറയാവുന്ന ബാല്യം, കൗമാരം എന്നുള്ള അവസ്ഥ, അതേക്കുറിച്ചൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത് ആ കാലഘട്ടത്തിൽ? അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ചിട്ടയോട് കൂടിയിട്ട് കാലത്ത് 8 മണിക്ക് കാപ്പി പലഹാരം, ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെ ഒരു ജീവിതം അല്ലായിരുന്നു ഞങ്ങളുടേത്.
രാവിലെ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു, പഴങ്കഞ്ഞിയെങ്കിൽ പഴങ്കഞ്ഞി, കപ്പയെങ്കിൽ കപ്പ, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായിരുന്നു. കാരണം അച്ഛന് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമല്ല. പിന്നീടാണ് എനിക്കൊരു 10 വയസ്സൊക്കെ അതിന് ശേഷമാണ് അച്ഛന് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വേണം, നമുക്ക് ഒരിടത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ രവി സ്റ്റുഡിയോയിൽ ഇരുന്നത് തന്നെ അതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പറഞ്ഞു വന്ന 2 പേരുടെ കുടുംബവും വലിയ കുടുംബം. അച്ഛൻ്റെ കുടുംബം, അച്ഛൻ്റെ കുടുംബം രാമപുരത്തെ കടക്കത്തറ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവിടുത്തെ ഏറ്റവും വലിയ നായന്മാർ ജന്മിമാരുടെ കുടുംബം തന്നെയായിരുന്നു. ഇവിടെ ഇപ്പുറത്താണെന്നൊരു അമ്മയുടെ കുടുംബം അതേപോലെ തന്നെ. ഉപ്പൂട്ടിൽ നാറാവുള്ള അന്നത്തെ കാലത്ത് ആലപ്പുഴ പറയുന്നത് ഭയങ്കര പേര് കേട്ടായിരുന്നു. അമ്മയുടെ തറവാട് ആറന്മുളയാണ്. ആറന്മുള നെല്ലിക്കൽ. നമ്മുടെ സോമൻ ചേട്ടനും ഞങ്ങളും ഒക്കെ പറഞ്ഞു തന്ന ഒരു കുടുംബക്കാരാണ്, MG സോമൻ. നെല്ലിക്കൽ കല്ലൂരെന്നാണ് അമ്മയുടെ വീട്ടുപേര്. അവിടെയായിരുന്നു അമ്മ. അവിടെയാണ് സത്യത്തിൽ ഞാൻ ജനിച്ചത്. എന്നെ പ്രസവിച്ചത് ആ തറവാട്ടിലാണ്. പിന്നെ അത് വിൽക്കാനാണ് 42ാമത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങിയത് അമ്മ. പിന്നെ എനിക്കൊരു 4 വയസ്സ്, അതായത് ഈ പാർട്ടിയുടെ ഈ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ട് ആ കാശ് കൊണ്ടുവന്നാണ് ലളിത സ്റ്റുഡിയോ തുടങ്ങുന്നത്. ഈ ലളിത സ്റ്റുഡിയോ തുടങ്ങി ഒരു 6 മാസത്തിന് മേലെ അച്ഛൻ അവിടെ ഇരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല, അതെവിടെ പോയി എങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ, പിന്നെ എവിടെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുന്നു അവിടെ കെട്ടും കിറക്കയും പെറുക്കി ഞങ്ങൾ പോകുന്ന ഒരു പതിവായിരുന്നു. അതുകൊണ്ട് 2 കൂട്ടരുടെയും തറവാട്ടിൽ അമ്മയുടെ കുടുംബത്തൊട്ടും താമസിച്ചിട്ടില്ല. അച്ഛൻ്റെ കുടുംബത്ത് പിന്നെയും ഇവർ വളരെ കഷ്ടപ്പാടാണ്, അതുങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നതെന്ന് കേട്ടാൽ ഇവരാരെങ്കിലുമൊക്കെ വന്ന് ഞങ്ങളെ അമ്മയും മക്കളെയും വിളിച്ചു കൊണ്ടുപോയി അവിടത്ത് നിർത്തും. കുറേ കഴിയുമ്പോൾ അച്ഛൻ എവിടുന്നേലും വരും. 500-ലേറെ സിനിമകളിൽ, 100 കണക്കിൽ സന്ദർഭങ്ങളിൽ, നിരവധി കഥാപാത്രങ്ങളിൽ പ്രകാശമായി പരത്തിയ KPAC ലളിത ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ താരം എന്നുള്ളതിൽ ഉപരി അതിൻ്റെ പ്രതീകങ്ങളിൽ ഒന്നായ KPAC ലളിത. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളിൽ മനസ്സിൽ ഇപ്പോഴും പെട്ടെന്ന് ഓടി വരുന്ന കുറേയൊക്കെ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതേക്കുറിച്ചൊക്കെ? കുറേ ഉണ്ട്. എനിക്കത് ഒന്നൊന്ന് എടുത്തു പറയാൻ പറ്റത്തില്ല, ഒരുപാടുണ്ട്. അതിലൊന്ന് എനിക്ക് ശാന്തം എന്ന് പറഞ്ഞിട്ട് ജയരാജിൻ്റെ ഒരു പടത്തിൽ ഞാനൊരു വേഷം ചെയ്തായിരുന്നു. ദേശീയ അവാർഡ്. അതെ, ദേശീയ അവാർഡ്. അതെ അതെ. അത് പിന്നെ ഒന്ന് അമരം. അതെ, അമരത്തിനും ദേശീയ അവാർഡ് കിട്ടി. പിന്നെ അതിനു മുമ്പ് പാസേട്ടൻ തോപ്പിൽ പാസി ഡയറക്റ്റ് ചെയ്തിട്ട് സത്യ സ്റ്റുഡിയോ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു, ചക്രവാകം എന്ന് പറഞ്ഞിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് TV-യിൽ വരാറുണ്ട് ഇപ്പോൾ ആ പടം. അതിലെ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു തെരുവ് തണ്ടിയാണ് ഞാൻ. ഇങ്ങനെ ആർക്കും അറിയില്ല ഇവരെവിടുന്ന് വന്നു എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. ഒരു മകളുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട്. അതിനെയാണ് ഇവരിങ്ങനെ പൊന്നുപോലെ, ഇവരെങ്ങനെ നടന്നാലും ആ കുട്ടിക്കൊന്നും സംഭവിക്കരുതെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. അതിനെ എന്നിട്ട് ഒരാൾ മോട്ടിച്ചുകൊണ്ട് പോകുന്നത്, അത് നസീർ സാറ്. അപ്പോൾ ഈ കൊച്ചിന് വേണ്ടിയിട്ട് നസീർ സാർ ഈ സ്ത്രീയെ 2ാമത് കല്യാണം കഴിക്കുകയാണ്. പക്ഷേ ഇവരവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു. പക്ഷെ ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു. ലാസ്റ്റിലാണ് അറിയുന്നത് ഇവരെ ഒരാളെ കൊല്ലുകയാണ്. കൊന്നു കഴിയുമ്പോൾ ഇവരുടെ മടിയിൽ കുറച്ച് പൈസയുണ്ട്. അതെടുത്ത് ഇയാളെ ഏൽപ്പിച്ചിട്ട് പറയാണ്, എന്നെ മാതിരി എൻ്റെ മകളുടെ ജീവിതം ആവരുത്, ഞാൻ അവൾക്ക് വേണ്ടി സൂക്ഷിച്ചതാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് അയാളെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇവരുടെ ശരിക്കുള്ള കഥാപാത്രം മനസ്സിലാകുന്നത്. അത് മറക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നത്. പിന്നെ കുറേ ഉണ്ട്, ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് ഞാൻ. മമ്മൂട്ടിയുടെ നായികയായി കനൽക്കാറ്റിൽ സത്യൻ്റെ പടമാണ് അത്. മമ്മൂട്ടിയുടെ നായികയായി. പിന്നെ കാണാത്ത ഒരു നായികയുണ്ടായിരുന്നു, ശബ്ദം കൊണ്ട് മാത്രം നായികയായത്. അത് അടൂർ സാറിനാണ് ഫുൾ 100% കൊടുക്കണം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിടിവാശി ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ എന്നെ കൊണ്ട് ആരും അത് ചെയ്യിപ്പിക്കാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉചിതമായ തീരുമാനം തന്നെ ആയിരുന്നല്ലോ അത്. എങ്ങനെയാണ് ഈ ശബ്ദ നിയന്ത്രണം ഒരു കലയോളം പെർഫെക്റ്റ് ചെയ്തത്? 100 മാർക്കും അടൂർ സാറിന് തന്നെയുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. അദ്ദേഹം എങ്ങനെ പറഞ്ഞു തന്നോ അതേപോലെ പറഞ്ഞു. കാർബൺ കോപ്പിയായിരുന്നു അന്ന് വേണം പറയാനായിട്ട്. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അഭിമാനം. കാരണം എൻ്റെ ശബ്ദത്തിൽ അദ്ദേഹം ആ രൂപത്തിനെ കണ്ടു, എന്നിട്ട് അതിൻ്റെ മോഡുലേഷൻ അദ്ദേഹം പറഞ്ഞു തന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ തിരുവനന്തപുരം ഭാഷയിൽ ഇവിടെയുള്ള യൂണിറ്റുകാരോട് സംസാരിക്കാറുണ്ട്. നീ എന്തൊരു മോനാ, എന്തെങ്കിലും കഴിച്ചോ, അതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്.
KPSC ലളിതയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ എല്ലാ പ്രാദേശിക വഴക്കങ്ങളും സ്വയം സിദ്ധമായ ഒരു കഴിവ് പോലെ പ്രയോഗിക്കുന്നു. ഇനി വടക്കേ മലബാറിൻ്റെ ഭാഷയായാലും ശരി, മലപ്പുറം ഭാഗത്തെ ഒരു മുസ്ലിം ഉമ്മയുടെ ഭാഷയായാലും ശരി, ഇതെല്ലാം അയത്ന ലളിതമായി വഴങ്ങുന്നു. നിരീക്ഷണമാണോ ഇതിനെ സഹായിക്കുന്നത്? എല്ലാം ആരും ഏത് പ്രദേശത്തുമുള്ളവരുമായിട്ടുള്ള സംഭാഷണമൊക്കെ കേട്ട് അതിൻ്റെ ശീലും ശൈലിയും സ്വായത്തമാക്കുകയാണോ? എന്താണ് ആ ഒരു രീതി? തീർച്ചയായിട്ടും ഈ സത്യത്തിൽ ഇന്നും ഞാൻ വിദ്യാർത്ഥിയാണ്. കലയുടെ കാര്യത്തിൽ ഇന്നും ഞാനൊരു വിദ്യാർത്ഥിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം എവിടെ എന്തൊരു പുതുതായിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ കേൾക്കുകയോ ചെയ്താൽ എനിക്കത് പഠിക്കണം എന്നുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അതിനിപ്പോൾ ഞാൻ വലിപ്പ ചെറുപ്പ വ്യത്യാസമൊന്നും എൻ്റെ പ്രായമോ അല്ലെങ്കിൽ അവരെന്നെക്കാളും ചെറുതോ അങ്ങനെയൊന്നും നോക്കാറില്ല. അത് എങ്ങനെ അവർ പറയുന്നതാണ് കറക്റ്റെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അത് അവരുടെ അടുക്കൽ നിന്ന് പഠിച്ചിരിക്കും. ഒരു ഉദാഹരണം അതിൻ്റെ പറയുകയാണെങ്കിൽ, സത്യൻ്റെ ഒരു പടം ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞിട്ടൊരു പടം. അന്ന് ഈ വടക്കൻ മുസ്ലിം ഭാഷ എനിക്ക് അത്ര വരില്ല, എനിക്ക് ശരിയായിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ AN ഗണേശിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, മീന ഗണേശ്, മീന ചേച്ചി ഈ ഡയലോഗ് ഭയങ്കര നന്നായിട്ട് പറയും. അവർ ഫസക്ക് എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ചേച്ചി എടുക്കുന്ന ഈ ഭാഷ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഈ ഗോളാന്തര വാർത്ത ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്കും ഞാൻ സത്യനോട് പറഞ്ഞു, സത്യം ആദ്യമൊന്നും ശരിക്കും എനിക്ക് വരത്തില്ല, ഞാനത് ഡബ്ബിങ്ങിൽ ഞാനത് ശരിയാക്കിക്കോളാം. അത് വന്നിട്ട് കംപ്ലീറ്റ് ഡയലോഗ് ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ ഈ മീന ചേച്ചിയുടെ ഒക്കെ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തത്. ഇത് അവരെ കൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഇത് കേട്ട് പഠിച്ചിട്ടാണ് ഡബ്ബിങ് ചെയ്തത്. അപ്പോൾ വളരെ നന്നായിട്ട് അതെനിക്ക് പറയാൻ പറ്റി. നമ്മളപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കോടാനുകോടി ജനങ്ങൾ ഭൂമിയിലുണ്ട്, ഈ ലോകത്തുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു ചലനം ആണെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് തോന്നിയാൽ ഞാനത് കണ്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. അപ്പോഴേ നമുക്കത് വരുള്ളൂ, ഒരു കലാകാരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് എല്ലാ ഭാഷയും. വടക്കൻ ഭാഷ പിന്നെ ഞാൻ അവിടെ ചെന്ന കാലം തൊട്ട് എനിക്ക് MT സാറിൻ്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഭാഷ കേട്ടിട്ടാണ് ആ ഭാഗത്തുനിന്ന് ഒരാളിനെ കല്യാണം കഴിക്കണമെന്ന് വരെ തോന്നിയിട്ടുള്ളത്. സത്യം പറയാം, മതിലുകൾ വായിച്ചിട്ടാണ് എനിക്ക് അങ്ങനൊരു ഇത് തോന്നിയത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ആദ്യം പ്രാർത്ഥിച്ചതും അത് തന്നെയായിരുന്നു. ഈ ഭാഗത്തുനിന്ന് എങ്ങാനും ഒരാൾ എന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ. പിന്നീട് ശരിയായി, അത് വളരെ വളരെ കറക്റ്റായി. ആ നിർമ്മാല്യം തൊഴുത് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവമായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ ഭാഷയോടുള്ള സ്നേഹമായിരുന്നു ആദ്യം തോന്നിയത്. അത് പിന്നെ അതങ്ങനെ കൈവശപ്പെടുത്താൻ വേണ്ടി ഇത് വലിയ ഒരു അത്ഭുതമായി തന്നെ തോന്നുകയാണ്. കാരണം സന്ദർഭവശാൽ ഇതുപോലുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ ചോദ്യകർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം ഉചിതമാണ് എന്നറിയില്ല. പക്ഷേ ഞാൻ വിവാഹം ചെയ്യുന്നത് കരുനാഗപ്പള്ളിക്കടുത്ത് ആദിനാടുള്ള ഒരു വനിതയാണ്. അപ്പോൾ ആ ഭാഗത്ത് ആദ്യകാലമൊക്കെ അതേ തുടർന്ന് പോകുമ്പോഴാണ്, കണ്ണൂർക്കാരനാണ് ഞാൻ സ്വതേ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളുടെ ഭാഷ എങ്ങനെയുണ്ട്, അത് എത്രമാത്രം മോശപ്പെട്ട മലയാളമാണ് അവർ പറയുന്നത് എന്ന് കേൾക്കാൻ അയൽപക്കത്തുള്ളവർ അവിടെ വരുമായിരുന്നു. പക്ഷേ അത് ഭാഷയുടെ കാര്യത്തിൽ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒക്കെ ഒരു പ്രാമാണികത്വം. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ അത് നേരെ മറിച്ച് എല്ലാവരോടും ഉദാരമായും സമഭാവനയോടുകൂടിയും. എന്താണ് ഇതിന് അച്ഛൻ്റെ പ്രേരണ? അച്ഛൻ ഒരു ദേശാടനക്കാരൻ കൂടി ആയിരുന്നല്ലോ. എങ്ങനെയാണത്, അതിൻ്റെ ആദ്യ ഭാവങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മറ്റുള്ളവരുടെ ഭാഷ, ചലനം, ഇതിലൊക്കെ താല്പര്യം കുട്ടിക്കാലത്തെ ഉണ്ട് എനിക്ക്. കാരണം എനിക്ക് അഭിനയിക്കണം എന്നൊരു മോഹം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതെനിക്കൊന്നും എൻ്റെ ബ്ലഡിലേ ഉള്ളതായിരിക്കാം ചിലപ്പം. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഞാൻ ആരെങ്കിലും ഒരു റോഡിൽ നടന്നു പോകുന്ന ഒരു ഭിക്ഷക്കാരിയാണെങ്കിലും അവരുടെ ചലനങ്ങളെ ഞാൻ ശ്രദ്ധിക്കും. അത് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇത് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇന്നെന്നും. നമുക്ക് എത്ര നിരീക്ഷിച്ചാലും എത്ര കണ്ടാലും എത്ര പഠിച്ചാലും നമുക്ക് തീരാൻ പോകുന്നില്ല. അത് ഒരു കലാകാരി എന്ന് പറഞ്ഞാൽ അവസാനം ഇല്ല പഠിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ടാണ് എല്ലാം കാണുമ്പോഴും ഏത് നാട്ടിൽ ചെന്നാലും ആ ഭാഷ സംസാരിക്കണമെന്നും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ
ഞാൻ സത്യം പറഞ്ഞാൽ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ തിരുവനന്തപുരം ഭാഷയിൽ ഇവിടെയുള്ള യൂണിറ്റുകാരോട് സംസാരിക്കാറുണ്ട്. നീ എന്തൊരു മോനാ, എന്തെങ്കിലും കഴിച്ചോ, അതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും അത് കൂടുതൽ വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അത് പക്ഷേ നമ്മുടെ സ്വാർത്ഥതയാവാം, എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്വാർത്ഥത മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവാം, അതോ ഇനി അതിനോടുള്ള ഒരു പ്രത്യേകതയാണോ എന്ന് അതെനിക്കറിയില്ല. ശ്രീമതി KPSC ലളിതയുടെ നിരവധി നൂറ് കണക്കിൽ കഥാപാത്രങ്ങളുടെ ചലനങ്ങളെല്ലാം ഓരോ മലയാളിക്കും ഹൃദിസ്ഥമാണ്. ഏത് ഉറക്കത്തിലും അവരുടെ പ്രജ്ഞയിൽ ആ രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ ഉണ്ടാകും. ഒരു കാര്യം അന്വേഷിക്കട്ടെ, അതായത് ചടുലത എന്ന് പറയുന്ന ഒരു ഘടകം, ഡൈനാമിസം എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാവുന്ന, അത് കൃത്യമായ ഒരു വിവർത്തനമായിരിക്കുകയില്ല, വളരെ ചടുലം. ഇപ്പോഴാണ് ഈ അടിപൊളി, തട്ട്, പൊളിപ്പൻ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ പ്രയോഗങ്ങളുടെയൊക്കെ അർത്ഥം മുമ്പെങ്ങോ ഉൾക്കൊണ്ടതുപോലെ ചില വേഷങ്ങൾ അടിച്ച് തകർക്കുന്നത് കാണുമ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ ഊർജം വരുന്നത് എന്നുള്ളത് ആരും അമ്പരന്ന് നോക്കിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു... എനിക്ക് അതേപ്പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. അതുവരയ്ക്കും ഞാൻ അനങ്ങാതെ എന്നോട് പലരും പറയാറുണ്ട്. അതുവരെ എനിക്ക് വയ്യ, എനിക്ക് എന്തൊരു തലവേദന, എനിക്കങ്ങ് നിൽക്കാൻ വയ്യ, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മട്ടേ മാറിപ്പോകുന്നു. വേണുവൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അത് ഒരു ഈശ്വരാനുഗ്രഹമാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രത്യക്ഷപ്പെടലായിരിക്കാം അതിന് കാരണം. എനിക്ക് ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഞാൻ ആ ക്യാരക്ടറിലേക്ക് അത് തന്നെ ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ എന്നെപ്പറ്റി അറിയുന്നത് സത്യനാണ്. സത്യന് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലത്തെ ഞാൻ എങ്ങനെ ആ കഥാപാത്രത്തിനെ കൊണ്ടുവരും എന്നുള്ളത് വളരെയധികം എന്നെ മുഴുവനും പഠിച്ച ഒരു ഡയറക്ടറാണ് സത്യം എന്ന് വേണം പറയാൻ. അത് നമ്മൾ ഫസ്റ്റ് എടുപ്പോൾ നല്ല കുറച്ച് ത്രൂ ഔട്ട് വരുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ നേരത്തെ എന്നോട് പറയും, ലളിത ഇന്നതാണ് ചേച്ചി, ഇന്നതാണ് കഥാപാത്രം, ഒന്ന് കരുതിക്കോണേ എന്ന് പറയും. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ, അതും ഉദാഹരണം അച്ചുവിൻ്റെ അമ്മയിലെ പിന്നെ ഒരു ബ്രോക്കർ, അതെന്നോട് പറഞ്ഞു, കുഞ്ഞലച്ചേട്ടത്തി ഒരു ആൾ തൃശ്ശൂരുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ വളരെ ഇതായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഭയങ്കര മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പം തൊട്ട് ഇവർ എങ്ങനെ മുടി കെട്ടണം, ഇവരെങ്ങനെയായിരിക്കും നടക്കുക, ഇതെങ്ങനെയായിരിക്കും കുട ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ ഞാൻ ആദ്യമേ ഇത് കരുതി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് എടുക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഡയലോഗ്സോ അതുപോലുള്ള സീൻസേ എടുക്കുള്ളൂ, ഹെവി സീൻസ് എടുപ്പിക്കത്തില്ല. നമ്മൾ ആ കഥാപാത്രമായിട്ട് ഒന്ന് എഴുകിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ സത്യന് ഇങ്ങോട്ട് പറയും, ഇപ്പം ചേച്ചി വീട്ടിൽ വീണു, ഇനി നമുക്ക് ഹെവി ആയിട്ടുള്ള സീൻസൊക്കെ എടുക്കാം. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എനിക്കിങ്ങനെ പറഞ്ഞു തന്ന് എന്നെ ഇങ്ങനെ തഞ്ചപ്പെടുത്തി ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രമായിട്ട് ചേരാൻ പറ്റും. അങ്ങനെ അങ്ങനെ ചെയ്തതാണ് ഒന്ന് അമരം, ഒന്ന് സത്യൻ്റെ ഈ ഗോളാന്തര വാർത്ത, പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഈ അങ്ങനെയുള്ള കുറേ, ഈ കന്നൽക്കാറ്റ്, എല്ലാത്തിലും അതെ. അത് ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളോട് വളരെ ഇതായിട്ട് ഫുൾ കഥാപാത്രം പറഞ്ഞു തന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് 1-2 ഡയലോഗ് വരുന്ന ചെറിയ സീൻസൊക്കെ എടുക്കും, അങ്ങ് വിടും. പിറ്റേ ദിവസം അതുപോലെ തന്നെ. അപ്പോൾ നമ്മളതുമായിട്ടൊന്ന് ഇഴങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വരും, തന്നെ വരാൻ ഉള്ള ഒരു ഇത് ദൈവം തരുന്നുണ്ട്.